ഹായ് ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് S4 MCOMൻ്റെ മാനേജ്മെൻറ്റ് ഒപ്റ്റിമൈസേഷൻ ടെക്നിക് എന്ന സബ്ജക്റ്റുമായിട്ടാണ്. സാങ്കേതിക തടസ്സങ്ങളും അതുപോലെ തന്നെ സമയപരിമിതിയുണ്ട്. നിങ്ങൾക്കിപ്പോൾ മറ്റ് മൊഡ്യൂൾസിൻ്റെ ഇന്നിപ്പോൾ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെയും സെക്കൻഡ് മൊഡ്യൂളിൻ്റെയും കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ഈ രണ്ട് മൊഡ്യൂൾസിനുള്ളിൽ വരുന്ന പ്രോബ്ലംസും മറ്റ് മൊഡ്യൂൾസിനുള്ളിൽ വരുന്ന പ്രോബ്ലംസിൻ്റെയും സിമ്പിളായിട്ടുള്ളതും അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുന്നതുമായിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ മതിയാവും. ഇന്ന് ഞാനിപ്പോൾ ലീനിയർ പ്രോഗ്രാമിങ്ങും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലമാണ് നോക്കുന്നത്. സോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലംസ്. ലീനിയർ പ്രോഗ്രാമിംഗ് മേ ബി ഡിഫൈൻഡ് ആസ് എ മെത്തഡ് ഓഫ് ഡിറ്റർമൈനിങ് an optimum program of interdependent activities in view of available resources. The objective in a linear programming problem is to maximize profit or minimize cost as the case may be, subject to a number of limitations known as constraints. അപ്പോൾ നമ്മുടെ ഈ ഒരു ലീനിയർ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക അല്ലെങ്കിൽ കോസ്റ്റിനെ മിനിമൈസ് ചെയ്യുക, സബ്ജക്ട് ടു എ നമ്പർ ഓഫ് ലിമിറ്റേഷൻസ് നോൺ ആസ് കൺസ്ട്രെയിൻസ്. നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഫോർ ദിസ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് കൺസ്ട്രക്റ്റഡ് which represents total profit or total cost as the case may be. അപ്പോൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടാവും, അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ടോട്ടൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റിനെയാണ്. ദ കൺസ്ട്രെയിൻസ് ആർ എക്സ്പ്രസ്ഡ് ഇൻ ദ ഫോം ഓഫ് ഇൻഇക്വാലിറ്റീസ് ഓർ ഇക്വേഷൻസ്. ബോത്ത് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് ദ കൺസ്ട്രെയിൻസ് ആർ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the variables. The solution to a linear programming problem shows how much should be produced which will optimize the objective function and satisfy the constraints. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മെത്തേഡ് ഗ്രാഫിക്കൽ മെത്തേഡാണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇത് മാക്സിമൈസേഷൻ ക്വസ്റ്റ്യൻ ആണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. മാക്സിമൈസ് z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് 3y. ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. Subject to 2x plus y less than or equal to 20, x plus 2y less than or equal to 20, x greater than or equal to 0, y greater than or equal to 0. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് വേരിയബിൾസ് മാത്രമേ വരാൻ പാടുള്ളൂ. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. അപ്പോൾ ആദ്യം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉള്ള കൺസ്ട്രെയിൻസിനെ ഉണ്ടല്ലോ, ഇത് നമ്മൾ ഇക്വേഷനാക്കി മാറ്റുക. ഇക്വേഷനാക്കി മാറ്റുക മീൻസ് ഈ ഒരു സൈൻ മാറ്റി ഈക്വൽ ടു സൈൻ കൊടുക്കുക. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത്. ആദ്യത്തെ കൺസ്ട്രെയിൻ 2x plus y less than or equal to 20 നമ്മൾ എടുത്തു. 2x plus y less than or equal to മാറ്റി ഈക്വൽ ടു സൈൻ കൊടുത്തു, ഇക്വേഷൻ ആക്കി എടുത്തു. ഇത് ഇൻഇക്വാലിറ്റിയാണ്, അതിനെ നമ്മൾ ഇക്വേഷൻ ആക്കി എടുത്തു. ദെൻ സെക്കൻഡ് കൺസ്ട്രെയിൻ x plus 2y less than or equal to 20, അത് നമ്മൾ ഈക്വൽ ടു കൊടുത്തു. x plus 2y is equal to 20, സെക്കൻഡ് ഇക്വേഷൻ. ഇനി നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുക. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ 2x plus y is equal to 20. ഇതിനുള്ളിൽ നമ്മൾ എക്സിനും വൈക്കും നമ്മളൊരു വാല്യൂ അസ്യൂം ചെയ്യണം. ആദ്യം നമ്മൾ എക്സിന് 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ ആദ്യം എക്സിന് നമ്മൾ 0 കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ മാറും? 2 ഇൻറ്റു എക്സിന് 0 എടുക്കുകയാണെങ്കിൽ 2 ഇൻറ്റു 0 പ്ലസ് വൈ, 2 ഇൻറ്റു 0 പ്ലസ് വൈ is equal to 20. So y is equal to 20. So 0 plus y is equal to 20, y is equal to 20. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ എക്സിന് 0 കൊടുത്തപ്പോൾ വൈയുടെ വാല്യൂ എത്രയെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. ഇനി വൈക്കാണ് 0 കൊടുക്കുന്നതെങ്കിലോ ഇഫ് y is equal to 0, ഇക്വേഷൻ മാറും. 2 ഇൻറ്റു എക്സ് പ്ലസ് 0 is equal to 20. 2 into x plus 0 is equal to 20. That is 2x is equal to 20. x is equal to 20 by 2. x is equal to 20 by 2. Okay, is equal to 10. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ എക്സിന് 0 കൊടുത്തപ്പോൾ നമുക്ക് y വാല്യൂ എത്രയെന്ന് കിട്ടി? 20 എന്ന് കിട്ടി. വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സ് വാല്യൂ നമുക്ക് 10 എന്ന് കിട്ടി. ഓക്കെ, സെയിം നമ്മൾ എന്ത് ചെയ്യുക? അടുത്ത സെക്കൻഡ് ഇക്വേഷനിലും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ. ഇവിടെ നമ്മൾ എക്സിന് 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എങ്ങനെയാവും? 0 പ്ലസ് 2 ഇൻറ്റു വൈ എന്നാവും അല്ലേ? സോ 0 പ്ലസ് 2 ഇൻറ്റു വൈ ഈസ് ഈക്വൽ 20. സോ വൈ ഈസ് ഈക്വൽ ടു 20 by 2, ദാറ്റ് ഈസ് 10. ഇനി y ഈസ് ഈക്വൽ ടു 0 ആണെങ്കിലോ? y ഈസ് ഈക്വൽ ടു 0 ആണെന്നുണ്ടെങ്കിൽ എക്സ് പ്ലസ് 2 ഇൻറ്റു 0 ഈസ് ഈക്വൽ 20. എക്സ് പ്ലസ് 2 ഇൻറ്റു 0 ഈസ് ഈക്വൽ 20. സോ എക്സ് ഈസ് ഈക്വൽ ടു 20. അപ്പോൾ ഈ കേസിൽ എക്സ് 0 ആയപ്പോൾ y എന്തായി? 10 ആയി. y 0 ആയപ്പോൾ എക്സ് 20 ആയി. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷനിൽ നമ്മൾ എക്സ് ആൻഡ് വൈ വാല്യൂ നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യണം. സോ ഞാനിവിടെ ഗ്രാഫ് എടുത്തിട്ടുണ്ട്. ഇത് വൈ ആക്സിസ്, ദാറ്റ് ഈസ് വൈ വാല്യൂസ് ഇവിടെ വരും, എക്സ് ആക്സിസ് ഇവിടെ വരും. ഹൊറിസോണ്ടൽ എക്സ് ആക്സിസ്, വെർട്ടിക്കൽ വൈ ആക്സിസ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ വന്നിട്ട് എക്സ് 0 ആയപ്പോൾ വൈ 20 ആയിരുന്നു. നമുക്കത് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എക്സ് എത്രയായിരുന്നു? ഫസ്റ്റ് ഇക്വേഷനിൽ 0 അല്ലേ? അപ്പോൾ ഇതാണ് എക്സ് ആക്സിസ് എന്ന് പറയുന്നത്. എക്സ് ആക്സിസ് 0, എക്സ് 0 ആയപ്പോൾ വൈ വാല്യൂ 20 ആയിരുന്നു അല്ലേ? സോ വൈ വാല്യൂ എത്രയാണ്? 20. ഇവിടെയാണ് 20 ഇരിക്കുന്നത്. അപ്പോൾ 20. അപ്പോൾ ഈ പോയിന്റ് നമുക്ക് പ്ലോട്ട് ചെയ്യാം. ദെൻ എക്സ് 10 ആയപ്പോൾ വൈ 0. അപ്പോൾ എക്സിൽ 10 ആയപ്പോൾ ഇതാണ് എക്സിൽ 10. എക്സ് 10 ആയപ്പോൾ വൈ എത്രയാണ്? 0 ആണല്ലേ? ദാറ്റ് ഈസ് വൈ ആക്സിസിൽ 0. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത്
ഇതാണ് പോയിന്റ്. ഈ പോയിന്റ് പറയുമ്പോൾ എക്സ് ആക്സിൽ 10 ആണ്, വൈ ആക്സിൽ 0 ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷന് 2 പോയിന്റ്സ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഈ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്യുക. സോ നമ്മൾ ഈ 2 പോയിന്റ്സ് കൂടി ജോയിൻ ചെയ്തു. സോ ഈ ലൈനാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ്റെ ലൈൻ. അപ്പോൾ ഈ ലൈനിന് മുന്നിൽ നമ്മൾ ഇക്വേഷൻ എഴുതുക. ഓക്കെ, സോ 2x + y = 20 എന്ന് പറയുന്ന ഇക്വേഷൻ്റെ ലൈനാണ് ഈ ലൈൻ. ഇനി നമുക്ക് അടുത്ത ഇക്വേഷൻ്റെ ലൈൻ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ അടുത്ത ഇക്വേഷൻ, സെക്കൻഡ് ഇക്വേഷൻ വന്നിട്ട് എക്സ് 0 ആയപ്പോൾ വൈ വാല്യൂ 10 ആയിരുന്നു അല്ലേ. സോ എക്സ് ആക്സിൽ 0 ആയപ്പോൾ വൈ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ്, വൈ ആക്സിൽ 10. അപ്പോൾ ആ പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ എക്സ് 0 ആണ്, വൈ 10 ആണ്. നെക്സ്റ്റ് വരുമ്പോൾ എക്സ് 20 വൈ 0, എക്സ് ആക്സിസിൽ 20, വൈ ആക്സിസിലോ 0. അപ്പോൾ ഇതാണ് ആ പോയിന്റ് വൈ 0 എക്സ് 20. അപ്പോൾ നമുക്ക് ഈ 2 പോയിന്റ്സും കൂടി ഇനി ജോയിൻ ചെയ്യാം. ഓക്കെ, സോ സെക്കൻഡ് ഇക്വേഷൻ ലൈൻ നമ്മൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്, അവിടെ നമ്മൾ സെക്കൻഡ് ഇക്വേഷനും എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫീസിബിൾ റീജിയൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്ട്രെയിനിൽ വന്നിട്ട് നോക്കുക, കൺസ്ട്രെയിനിൽ <= ആണെങ്കിൽ ഫീസിബിൾ റീജിയൻ നമ്മുടെ ലൈനിൻ്റെ ബിലോ ആയിരിക്കും. ഇനി <= ആണ് വന്നിരുന്നതെങ്കിൽ അത് ഫീസിബിൾ റീജിയൻ എന്ന് പറയുമ്പോൾ അത് ലൈനിൻ്റെ എബോവ് പോർഷനിലായിരിക്കും. ഓക്കെ, സോ ഇവിടെ <= ആണ് അല്ലേ. 2x + y <= 20. അപ്പോൾ അത് ബിലോ ആണ്. സെക്കൻഡ് കൺസ്ട്രെയിനിലും x + 2y <= 20. അപ്പോൾ എന്താണ്, ബിലോ ആണ്. സോ ഫസ്റ്റ് ഇക്വേഷൻ ലൈൻ ഇതാണ്. അപ്പോൾ ഇതിൻ്റെ ബിലോ പോർഷനാണ് ഫീസിബിൾ റീജിയൻ. അപ്പോൾ നമുക്കത് ആരോ മാർക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങോട്ടാണ് എന്ത് വരുന്നത്, ഫീസിബിൾ റീജിയൻ വരുന്നത്. ഇനി ഇതാണ് സെക്കൻഡ് ലൈൻ അല്ലേ, സെക്കൻഡ് ഇക്വേഷൻ്റെ ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അതിൻ്റെ ബിലോ പോർഷനാണ്. അപ്പോൾ അത് നമുക്ക് താഴേക്ക് മാർക്ക് ചെയ്യാം. ഇനി ഈ 2 ലൈനിനും കൂടി കോമൺ ആയിട്ട് വരുന്ന പോർഷനാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. 2 ലൈനും കോമൺ ആയിട്ട് വരുന്ന പോർഷൻ എന്ന് പറയുന്നത് ഇത്രയും ഭാഗമാണ് അല്ലേ. സോ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന പോർഷനാണ് ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലൈനിൻ്റെ ബിലോ പോർഷനിൽ വരും, പക്ഷേ സെക്കൻഡ് ലൈനിൻ്റെ ബിലോ പോർഷനിൽ വരുമോ, ഇല്ല, അതിൻ്റെ എബോ പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇതെടുക്കാൻ പറ്റില്ല. 2 കോമൺ ആയിട്ട് വരുന്ന ഏരിയയാണ് ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു പോർഷൻ ആണെന്നുണ്ടെങ്കിലോ ഫസ്റ്റ് ഇക്വേഷൻ്റെ താഴെയായിട്ട് വരും, പക്ഷേ സെക്കൻഡ് ഇക്വേഷൻ്റെ എബോ പോർഷനാണ്. അപ്പോൾ നമുക്ക് ഇതും എടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു റീജിയൻ ആണെന്നുണ്ടെങ്കിൽ 2 ഇക്വേഷൻ്റെ ബിലോ പോർഷനായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു ഫീസിബിൾ റീജിയന് പേര് കൊടുക്കാം. സോ ഞാൻ ഈ ഫീസിബിൾ റീജിയന് പേര് കൊടുത്തു A, B, C, D. സോ മൊത്തം 4 പോയിന്റ് വരുന്നുണ്ട്, A, B, ദെൻ ഇവിടെ ഒരു പോയിന്റ്, ഒരു ഇൻ്റർസെക്ഷൻ വരുന്നുണ്ട്, അത് പോയിന്റ് C ആൻഡ് ഹിയർ D. ഇനി ഈ പോയിന്റ്സിൻ്റെ എക്സ് ആൻഡ് വൈ വാല്യൂ കൂടി നമ്മൾ പ്ലോട്ട് ചെയ്യണം. സോ ഫസ്റ്റ് A എന്ന് പറയുന്ന പോയിന്റിൽ എക്സ് ആക്സിസിലും 0 ആണ്, വൈയിലും 0 ആണ്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0, 0. ഇനി ബിയിലാണെങ്കിലോ എക്സ് ആക്സിസിൽ 10ഉം വൈ ആക്സിസിൽ 0 ആണ് അല്ലേ. സോ 10, 0. ഇനി ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട്. അപ്പോൾ ആ പോയിന്റ് നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. സോ ഈ ഒരു പോയിന്റ് നമ്മൾ സ്കെയിൽ വെച്ച് മെഷർ ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സ് ആക്സിൽ ഓൾമോസ്റ്റ് 6.7 എന്ന് വരും, അതുപോലെ തന്നെ വൈ ആക്സിലും 6.7 എന്ന് വരും. ആൻഡ് ദെൻ വരുന്ന ഡി, ഈ പോർഷനിൽ എക്സിൻ്റെ വാല്യൂ 0, വൈയുടേത് 10. സോ 0, 10. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യാനുള്ളത്. സോ z = x + 3y ആയിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് കിട്ടിയ ഫീസിബിൾ റീജിയൻ എന്ന് പറയുന്നത് ABCD ആയിരുന്നു. അതിൽ ഓരോ പോയിന്റിൻ്റെയും എക്സ് ആൻഡ് വൈ വാല്യൂസ് നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വാല്യൂ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് കേസിൽ എക്സും 0, വൈയും 0. സോ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ എക്സും വൈയും നമ്മൾ 0 എടുക്കുക. ദാറ്റ് ഈസ് 0 + 3 × 0. ദാറ്റ് ഈസ് 0 + 3 × 0. 0 + 3 × 0 = 0. ദെൻ സെക്കൻഡ് ബിയുടെ പോയിൻറ്റ്സ് 10, 0. ഇത് നമ്മൾ ഈ പോയിൻറ്റ്സ് നമ്മൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ എക്സ് 10ഉം വൈ 0യും, ദാറ്റ് ഈസ് 10 + 3 × 0. 10 + 3 × 0 = 10. ദെൻ സി പോയിൻ്റ് ആകുമ്പോൾ ദാറ്റ് ഈസ് 26.8 ആൻഡ് 0, 10. 0 × 3 × 10, ദാറ്റ് ഈസ് 30. നമ്മുടെ ക്വസ്റ്റ്യൻ മാക്സിമൈസേഷൻ ആയിരുന്നു. അപ്പോൾ ഇതിലെ മാക്സിമം വാല്യൂ ആണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടുത്തെ മാക്സിമം വാല്യൂ ഇതാണ് 30 ആണ് അല്ലേ. സോ മാക്സിമം പോയിന്റ് ഈസ് 30 വിച്ച് ഈസ് അറ്റ് ഡി. ഏതിലാണ്, ഡിയിലായിരുന്നു. ദ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ x = 0, y = 10. ഡിയുടെ സൊല്യൂഷൻ 0, 10 ആയിരുന്നു. ആൻഡ് മാക്സിമം വാല്യൂ ഓഫ് x + 3y = 30. ഇതാണ് മാക്സിമൈസേഷൻ പ്രോബ്ലം. ഇനി മിനിമൈസേഷനിലായിരുന്നെങ്കിൽ സെയിം പ്രൊസീജിയർ തന്നെയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് മിനിമം വാല്യൂ ആയിരിക്കും, അത് മാത്രമാണ് ഡിഫറൻസ് വരുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് സിംപ്ലെക്സ് മെത്തേഡാണ്. Simplex method is a linear programming technique in which we start with a certain solution which is feasible. We improve the solution in a number of consecutive stages until we arrive at an optimal solution.
അപ്പോൾ ഇവിടുത്തെ ഒപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഓൾ CJ മൈനസ് ZJ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ചില ടെക്സ്റ്റിൽ തിരിച്ചും കൊടുത്തേക്കാം ZJ മൈനസ് CJ വാല്യൂ എന്ന് കൊടുത്തേക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഫോർ മിനിമൈസേഷൻ പ്രോബ്ലം ഓൾ CJ മൈനസ് ZJ വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നേരെ തിരിച്ച് ZJ മൈനസ് CJ വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോൾവ് ദാറ്റ് ഈസ് മാക്സിമൈസ് Z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 3x2 subject to x1 plus x2 less than or equal to 2, 5x1 plus 2x2 less than or equal to 10, 3x1 plus 8x2 less than or equal to 12, x1 x2 greater than or equal to 0. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, നമുക്ക് ഈ ഒരു മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കണം. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിൾ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് പിന്നീട് നോക്കാം. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളിവിടെ ആർട്ടിഫിഷ്യൽ വേരിയബിളാണ് അപ്ലൈ ചെയ്യുന്നത്. അത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് നോക്കുന്നത്. സോ നേരത്തെ പോലെ തന്നെയാണ് നമ്മൾ ആദ്യം നമ്മുടെ ഈ കൺസ്ട്രെയിൻസിനെ ഇക്വേഷനാക്കി മാറ്റുക. ഇവിടെ നമ്മൾ വെറുതെ അങ്ങ് ഈക്വൽ ടു സൈൻ ഇട്ട് കൊടുക്കുകയല്ല, പകരം നമ്മളൊരു സ്ലാക്ക് വാല്യൂ ആഡ് ചെയ്യുകയാണ്. S1, S2, S3 ആണ് നമ്മളിവിടുത്തെ സ്ലാക്ക് വാല്യൂസ് എന്ന് പറയുന്നത്. സോ ആദ്യത്തെ ഇക്വേഷനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ലാക്ക് വാല്യൂ ആഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ അതിനെ ഇക്വേഷനാക്കി കൺവേർട്ട് ചെയ്യാൻ. സോ x1 പ്ലസ് x2 പ്ലസ് S1 ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 2x2 പ്ലസ് S2 ഈസ് ഈക്വൽ ടു 10, 3x1 പ്ലസ് 8x2 പ്ലസ് S3 ഈസ് ഈക്വൽ ടു 12. 3 ഇക്വേഷന് നമ്മൾ സ്ലാക്ക് വാല്യൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. x1, S2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആൻഡ് S1, S2, S3 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പോൾ നമ്മുടെ ഈ S1, S2, S3 വാല്യൂ എവിടെയും കാണിക്കണം, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും കാണിക്കണം. സോ Z ഈസ് ഈക്വൽ ടു 5x1 പ്ലസ് 3x2. ഇത്രയായിരുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളിപ്പോൾ എടുത്ത ഈ സ്ലാക്ക് വാല്യൂസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. സോ 0S1 പ്ലസ് 0S2 പ്ലസ് 0S3 നമ്മളിവിടെ കോയിഫിഷ്യൻ്റ് എടുക്കേണ്ടത് 0 ആണ്. ഇവിടെ 1 ആയിരുന്നു, പക്ഷേ നമ്മളിവിടെ കൊടുക്കുമ്പോൾ 0 ആയിട്ടാണ് കാണിക്കേണ്ടത്. ഓക്കെ, ഇതാണ് ഇനിഷ്യൽ സിംപ്ലക്സ് ടേബിൾ എന്ന് പറയുന്നത്. ഫസ്റ്റ് CBI എന്ന് പറയുന്നുണ്ട്, ദെൻ CJ, ദിസ് ഈസ് ബേസിക് വേരിയബിൾസ്, സൊല്യൂഷൻ, റേഷ്യോ. ബേസിക് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്ന വേരിയബിൾസ് ആണ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഉണ്ടായിരുന്ന വേരിയബിൾസ് ഏതൊക്കെയാണ്, x1, x2, S1, S2, S3. അതാണ് ബേസിക് വേരിയബിൾസ് എന്ന് പറയുന്നത്. x1, x2, S1, S2 ആൻഡ് S3. ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് വാല്യൂ ആണ് നമ്മൾ CJ എന്ന് പറയുന്നത്. x1ൻ്റെ കോയിഫിഷ്യൻ്റ് 5, x2ൻ്റെ കോയിഫിഷ്യൻ്റ് S1ൻ്റെ 0, S2ൻ്റെ 0, S3ൻ്റെ 0. അതാണ് നമ്മളിവിടെ കോയിഫിഷ്യൻ്റ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതാണ് CJ എന്ന് പറയുന്നത്. ഈ കോളത്തിൽ വരുന്നത് നമ്മുടെ സ്ലാക്ക് വേരിയബിൾസ് ആണ്. നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുത്ത് ഈ സ്ലാക്ക് വേരിയബിൾസ് ആണ് വരുന്നത്. അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആണ് CB എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതിൻ്റെ 3ൻ്റെയും കോയിഫിഷ്യൻ്റ് 0 ആണ്. ആ 0 നമ്മളിവിടെ കൊടുത്തു. ഇവിടെ സൊല്യൂഷൻ, നമ്മുടെ സൊല്യൂഷൻ വാല്യൂ എടുത്ത് എഴുതുക. ഇവിടെ സൊല്യൂഷൻ, റേഷ്യോ. സോ നമുക്ക് ആദ്യം ഫസ്റ്റ് റോ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് റോ എന്ന് പറയുമ്പോഴത്തേനും x1 പ്ലസ് x2 പ്ലസ് S1 ഈസിക്കൽ 2. അപ്പോൾ ഇതിൻ്റെ കോയിഫിഷ്യൻ്റ് ആദ്യം ഫില്ല് ചെയ്യാം. കോയിഫിഷ്യൻ്റ് എന്ന് പറയുമ്പോൾ x1ൻ്റെത് 1, x2ൻ്റെത് 1. സോ x1ൻ്റെത് 1, x2ൻ്റെത് 1. ഇനി S1ൻ്റെത് 1, S2ഉം S3 എവിടെ ഉണ്ടോ, ഇല്ല. അപ്പം നമ്മൾ S2, S3യും 0 കൊടുക്കുക, S1ൻ്റെ അടുത്ത് 1 കൊടുക്കുക. സോ S1ൻ്റെ നേരെ 1, S2, S3 ഇല്ലാത്തതുകൊണ്ട് നമ്മൾ 0 കൊടുത്തു. സെയിം തന്നെയാണ് നമ്മൾ സെക്കൻഡ് റോയിലും സെക്കൻഡ് ഇക്വേഷന് കൊടുക്കുക. സെക്കൻഡ് ഇക്വേഷനിൽ 5 ഉണ്ട്, 2 ഉണ്ട്, x1, x2. സോ 5 കൊടുത്തു, 2 കൊടുത്തു. ഇനി ഇവിടെ S1ഉം ഇല്ല, S3യും ഇല്ല. അപ്പം നമ്മൾ അത് രണ്ട് സ്ഥലത്തും 0 കൊടുക്കുക, S2ൻ്റെ അവിടെ 1 കൊടുക്കുക. സോ S1ഉം ഇല്ല, S3യും ഇല്ല, 0 കൊടുത്തു. S1 ഉണ്ട്, അവിടെ നമ്മൾ 1 കൊടുത്തു. ആ സെയിം രീതിയിൽ തേർഡ് ഇക്വേഷൻ്റെ വാല്യൂസ് നമ്മളിവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിനോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ എഴുതുക. ഫസ്റ്റ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് 2 ആയിരുന്നു, സെക്കൻഡ് 10, തേർഡിൻ്റെ 12. സോ 2, 10, 12 അത് നമ്മൾ കൊടുത്തു. ഇനി ചെയ്യേണ്ടത് ZJ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ZJ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് 0 × 1 പ്ലസ് 0 × 5 പ്ലസ് 0 × 3 ദാറ്റ് ഈസ് 0. അങ്ങനെ നമ്മൾ ഓരോന്നിനും ZJ വാല്യൂ കണ്ടുപിടിക്കുക. 0 × 1 പ്ലസ് 0 × 5 പ്ലസ് 0 × 1 0. അതുപോലെ നെക്സ്റ്റ് വാല്യൂ കണ്ടുപിടിക്കുന്നത് 0 × 1 പ്ലസ് 0 × 2 പ്ലസ് 0 × 8 ദാറ്റ് ഈസ് 0. ഇനിഷ്യൽ സിംപ്ലക്സ് ടേബിളിനുള്ളിൽ ZJ വാല്യൂ എപ്പോഴും 0 തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ZJ വാല്യൂ കിട്ടി. ZJ വാല്യൂ സൊല്യൂഷനിൽ നമ്മൾ ZJ വാല്യൂ കണ്ടുപിടിക്കണം. ആൻഡ് ഇനി നമ്മൾ ചെയ്യേണ്ടത് CJ മൈനസ് ZJ ആണ്. CJ മൈനസ് ZJ. സോ 5 മൈനസ് 0 5, 3 മൈനസ് 0 3, 0 മൈനസ് 0 0, 0 മൈനസ് 0 0, 0 മൈനസ് 0 0. CJ മൈനസ് ZJ വാല്യൂ കിട്ടി. ഇനി നമുക്ക് ഒപ്റ്റിമൽ കണ്ടീഷൻ നോക്കാം. ഇത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. ഇവിടുത്തെ ഒപ്റ്റിമൽ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ
ഓൾ സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ ഒന്നെങ്കിൽ 0 ആയിരിക്കണം അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. ലെസ് ദാൻ 0 അല്ലെങ്കിൽ ഈക്വൽ ടു 0. സോ 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. ഇവിടെ നമുക്ക് കിട്ടിയ സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ എല്ലാം നെഗറ്റീവ് അല്ലെങ്കിൽ 0 ആണോ? അല്ല, 2 പോസിറ്റീവ് നമ്പർ ഉണ്ട് അല്ലേ. അപ്പം നമ്മൾ അടുത്ത ഫർദർ സ്റ്റെപ്പിലേക്ക് പോകണം. അപ്പോൾ അടുത്ത ടേബിൾ നമ്മൾ വരയ്ക്കേണ്ടതായിട്ടുണ്ട്. ഐട്രേഷൻ 1. അതിന് മുന്നേ നമ്മൾ ഇവിടുത്തെ കീ കോളവും കീ റോയും കണ്ടുപിടിക്കണം. സോ ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കീ കോളം കണ്ടുപിടിക്കുക. കീ കോളം കണ്ടുപിടിക്കാനായിട്ട് ഈ സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂസ് ഉണ്ടല്ലോ, അതിലെ മാക്സിമം പോസിറ്റീവ് വാല്യൂ നമ്മൾ എടുക്കുക. അപ്പോൾ ഇതിലെ മാക്സിമം പോസിറ്റീവ് വാല്യൂ എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 5 നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ 5 വരുന്ന ഈ ഒരു കോളമാണ് എന്ന് പറയുന്നത് കീ കോളം എന്ന് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ കീ കോളം. ഓക്കെ, ഇനി നമുക്ക് കീ റോ കണ്ടുപിടിക്കണം. കീ റോ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ റേഷ്യോ എടുക്കുക. ഇത്രയും നേരം നമ്മൾ ഈ റേഷ്യോയുടെ കോളം ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റേഷ്യോ എന്ന് പറയുമ്പോൾ നമ്മുടെ കറസ്പോണ്ടിങ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ. അപ്പോൾ 2 ഡിവൈഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ 1. സോ 2/1 ഈസ് ഈക്വൽ ടു 2. രണ്ടാമത്തെ റേഷ്യോ എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ 10 ഡിവൈഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ 5. ദാറ്റ് ഈസ് 10/5 2. അടുത്തതിൽ കണ്ടുപിടിക്കുമ്പോൾ സൊല്യൂഷൻ 12 ഡിവൈഡ് ബൈ 3. ദാറ്റ് ഈസ് 4. അപ്പോൾ ഇതാണ് നമ്മുടെ റേഷ്യോസ് 2, 2, 4 എന്ന് കിട്ടി. ഇനി ഈ റേഷ്യോയിൽ വന്നിട്ട് ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ. അപ്പോൾ നമുക്ക് 3 പോസിറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ പോസിറ്റീവ് വാല്യൂ എടുക്കുക. സോ ഇവിടെ 2 ആണ്. 2 പ്രാവശ്യം 2 വരുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിപ്പോൾ ഫസ്റ്റ് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റോ ആണ് കീ റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കീ റോ. അപ്പോൾ ഈ കീ കോളവും കീ റോയും കൂടി ജോയിൻ ചെയ്തൊരു പോർഷൻ ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കീ വാല്യൂ എന്ന് പറയുന്നത്. 1ൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കീ വാല്യൂ. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം കീ റോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ലിവിങ് വേരിയബിൾ ആയിരിക്കും. ഇപ്പോൾ S1 ആണല്ലോ, കീ റോയിൽ വരുന്ന S1 ആണ്. അപ്പോൾ S1 ലിവിങ് വേരിയബിൾ ആണ്. S1 എന്ന് പറയുന്നത് ലിവിങ് വേരിയബിൾ ആണ്. അതുപോലെ തന്നെ കീ കോളത്തിൽ വരുന്ന ഈ വേരിയബിൾ എൻട്രിങ് വേരിയബിൾ ആണ്. ഓക്കെ, എൻട്രിങ് വേരിയബിൾ. അപ്പോൾ അടുത്ത ടേബിൾ നമ്മൾ വരയ്ക്കുമ്പോൾ ഈ ലിവിങ് വേരിയബിൾ പോവുകയും എൻട്രിങ് വേരിയബിൾ പകരം ആ സ്ഥാനത്ത് വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ S1 പോയിട്ട് S1 വരും ഈ എൻട്രിങ് വേരിയബിൾ വരും, അതായത് X1 വരും. ശ്രദ്ധിക്കുക, കീ കോളം വരുന്ന വേരിയബിളാണ് എപ്പോഴും എൻട്രിങ് വേരിയബിളും കീ റോ വരുന്ന വേരിയബിൾ എപ്പോഴും ലിവിങ് ആയിരിക്കും. ഇപ്പോൾ കീ റോയിൽ വരുന്ന വേരിയബിൾ മാറിയിട്ട് അവിടെ നമ്മുടെ കീ കോളത്തിൽ വരുന്ന അതായിരിക്കും എൻട്രിങ് വേരിയബിൾ ആയിട്ട് അവിടെ വരുന്നത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ടേബിൾ, ദാറ്റ് ഇസ് ഐട്രേഷൻ 1. അപ്പോൾ ഐട്രേഷൻ 1ൽ ഈ പോർഷൻസ് എല്ലാം സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. ഇതെല്ലാം ഒഴിച്ച് ബാക്കി വരുന്ന ഈ സംഭവം എല്ലാം സെയിം ആണ്. ഇനി ഇവിടെ വന്നിട്ട് ഇവിടെ നമ്മുടെ നേരത്തെ നമ്മളുണ്ടായിരുന്നത് S1 ആയിരുന്നു. S1 പോയിട്ട് X1 വന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഇവിടെ വരുന്നുള്ളൂ. X1 വന്നു, ബാക്കിയെല്ലാം സെയിം ആണ്. ഇത് നോക്കരുത്, ഇത് ഡിഫറെൻ്റ് ആണ് കേട്ടോ. സോ ഈ വാല്യൂസ് ഒഴിച്ച് ബാക്കിയുള്ളത് ഇതെല്ലാം പഴയ പോലെ സെയിം ആണ്. ഇവിടെ X1 വന്നപ്പോൾ അതിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ്, 5 ആണ്. ആ ഒരു ഡിഫറൻസ് കൊണ്ട് വരുന്നുണ്ട്. ഇനി നമ്മൾ ഇവിടെ പുതിയ കുറച്ച് വാല്യൂസിന് അസൈൻ ചെയ്യാനുള്ളത്. പഴയ വാല്യൂ അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആവത്തില്ല. ഓക്കെ, സോ ആദ്യം നമുക്ക് നമ്മുടെ ന്യൂ വാല്യൂ അല്ലേ, എൻട്രി ചെയ്തിരിക്കുന്ന ഈ എൻട്രിങ് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. എൻട്രിങ് വേരിയബിൾസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ ഈസിയാണ്. നമ്മുടെ മുമ്പ് ഉണ്ടായിരുന്ന ഫസ്റ്റ് റോയുടെ വാല്യൂസ് ഇല്ലേ, ഈ ഓരോ നമ്പറിനോടൊപ്പം നമ്മൾ കീ വാല്യൂ ഡിവൈഡ് ചെയ്യുക. അതായത് ഫസ്റ്റ് ഈ ഒരു റോയിൽ വരുന്ന ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 1 ആണ് അല്ലേ. 1നോടൊപ്പം കീ വാല്യൂ ഡിവൈഡ് ചെയ്യുക. കീ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1/1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി രണ്ടാമത്തെ നമ്പറും 1 തന്നെയാണ്. 1 ഡിവൈഡഡ് ബൈ കീ വാല്യൂ 1 തന്നെയാണ്. അപ്പോൾ 1/1 ദാറ്റ് ഈസ് 1. 1 ഡിവൈഡഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ അഗെയിൻ 1. 1/1 1 ആൻഡ് ദെൻ 0 0/1 0 ആൻഡ് 0/1 0. അപ്പോൾ ഇതാണ് പുതിയ എൻട്രിങ് വേരിയബിളിൻ്റെ പുതിയ വാല്യൂസ് എന്ന് പറയുന്നതാണ്. ഇനി ബാക്കി 2 വേരിയബിൾസ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ ഉണ്ട്. ന്യൂ വാല്യൂ ഈസ് ഈക്വൽ ടു ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് കോളം കീ വാല്യൂ ഇൻറ്റു ന്യൂ റോ വാല്യൂ. ദാറ്റ് ഈസ് ഓൾഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് റോയിലെ നമ്പേഴ്സ്, പഴയ നമ്പേഴ്സ്. അപ്പോൾ പുതിയ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യം ഓൾഡ് നമ്പർ എടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു വാല്യൂണ് കണ്ടുപിടിക്കുന്നത്, X1 S2 എന്ന് പറയുന്ന ഈ വാല്യൂണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് നമ്പർ 5 ആണ്. അതാണ് ഓൾഡ് വാല്യൂ. ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് കോളം കീ വാല്യൂ ഇൻറ്റു ന്യൂ റോ വാല്യൂ. കറസ്പോണ്ടിങ് കീ കോളം വാല്യൂ എന്ന് പറയുമ്പോൾ 5 തന്നെയാണ്. സോ 5 മൈനസ് 5 ഇൻറ്റു ന്യൂ നമ്പർ എന്ന് പറയുമ്പോൾ ഏതാണ്, നമ്മൾ ഇപ്പോൾ എഴുതിയ ന്യൂ വാല്യൂ 1. ദാറ്റ് ഈസ് 5 മൈനസ് 5 ഇൻറ്റു 1 ദാറ്റ് ഈസ് 5 മൈനസ് 5 0. ദാറ്റ് ഈസ് 0. ഇനി നമുക്ക് സെക്കൻഡ് വാല്യൂ നോക്കാം. സെക്കൻഡ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വന്നിട്ട് 2 ആണ്. ഇപ്പോൾ ഓൾഡ് വാല്യൂ 2 ആണ്. 2 മൈനസ് കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ 5. So 2 minus 5 into new value 1. So 2 minus 5 into new value 1 is equal to 2 minus 5 that is minus 3. Minus 3. ഇനി വരുന്ന S1 ആണ്. S1 എന്ന് പറയുമ്പോൾ ഓൾഡ് വാല്യൂ S1 0 ആണ്. 0 മൈനസ് കറസ്പോണ്ടിങ് കീ കോളത്തിലെ വാല്യൂ 5. 0 മൈനസ് 5 ഇൻറ്റു
ന്യൂ വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്ന 1 ആണ്, ദാറ്റ് ഈസ് -5. സോ ഇതുപോലെ ബാക്കി രണ്ട് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് അടുത്ത റോ നോക്കാം. അടുത്ത റോയും സെയിം ഇക്വേഷൻ തന്നെയാണ്. ഓൾഡ് വാല്യൂ മൈനസ് കറസ്പോണ്ടിങ് കോളം കീ വാല്യൂ ഇൻറ്റു ന്യൂ വാല്യൂ. സോ നമുക്ക് ആദ്യം S3 X1 വാല്യൂ കണ്ടുപിടിക്കുക. അതായത് ഈ 0 എങ്ങനെ കിട്ടിയെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ തേർഡ് റോ. അപ്പോൾ അതിൻ്റെ ഓൾഡ് വാല്യൂ എന്ന് പറയുമ്പോൾ 3 ആണ്. ഓക്കെ, സോ 3 മൈനസ് കീ കോളത്തിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ, 3 മൈനസ് കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് 3 തന്നെയാണ് അല്ലേ. ഇതാണ് കീ കോളം എന്ന് പറയുന്നത്. അപ്പോൾ കീ കോളത്തിൽ 3ക്ക് വരുന്ന കറസ്പോണ്ടിങ് നമ്പർ എന്ന് പറയുന്നത് 3 തന്നെയാണ്. സോ 3 മൈനസ് 3 ഇൻറ്റു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ന്യൂ വാല്യൂ 1. 3 മൈനസ് 3 ഇൻറ്റു 1 ദാറ്റ് ഈസ് 3 മൈനസ് 3 0. അങ്ങനെയാണ് ഇവിടെ 0 വന്നത്. ഇനി 5 വന്ന് എങ്ങനെയാണെന്ന് നോക്കാം. 5 എന്ന് പറയുമ്പോൾ തേർഡ് റോയിൽ സെക്കൻഡ് വാല്യൂ. സോ ഓൾഡ് വാല്യൂ 8 മൈനസ് കീ കോളത്തിൽ കറസ്പോണ്ടിങ് വരുന്ന വാല്യൂ 3. സോ 8 മൈനസ് 3 ഇൻറ്റു ന്യൂ വാല്യൂ എന്ന് പറയുമ്പോൾ 1. ദാറ്റ് ഈസ് 8 മൈനസ് 3 ഇൻറ്റു 1, 8 മൈനസ് 3 5. അങ്ങനെയാണ് ഇവിടെ 5 വന്നത്. അങ്ങനെ നമ്മൾ ബാക്കിയുള്ളതും കണ്ടുപിടിച്ചു. ഇനിയുള്ള മെത്തേഡ്സ് എല്ലാം സെയിം ആണ്, നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. ZJ വാല്യൂ കണ്ടുപിടിക്കുന്നു. ഇനി CJ മൈനസ് ZJ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ നമുക്ക് CJ മൈനസ് ZJ വാല്യൂ കിട്ടി. നമ്മുടെ ഒപ്റ്റിമൽ കണ്ടീഷൻ എന്തായിരുന്നു? CJ മൈനസ് ZJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് CJ മൈനസ് ZJ വാല്യൂ 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ ആയിരിക്കണം. സോ ഐട്രേഷൻ 2ൽ CJ മൈനസ് ZJ വാല്യൂ 0, -2, -5, 0, 0 എല്ലാം 0 ഓർ നെഗറ്റീവ് നമ്പർ കിട്ടി. അപ്പോൾ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ടുണ്ട്. ഏതൊക്കെയാണ് നമ്മുടെ ഒപ്റ്റിമൽ സൊല്യൂഷൻ? 2, 0, 6. So here the optimization condition satisfied. Optimal solution is 2, 0, 6. So x1 ഇൻ്റെത് 2, s2 ഇൻ്റെത് 0, s3 ഇൻ്റെത് 6. x1 2, s2 0, s3 6. അവിടെ s1 s2 ഇല്ലായിരുന്നു, അപ്പോൾ നമ്മൾ 0 എന്ന് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലേക്ക് വാല്യൂ അപ്ലൈ ആണ്. 5x1 പ്ലസ് 3x2 ആണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. സോ 5 ഇൻറ്റു x1 വാല്യൂ 2, 5 2 പ്ലസ് 3 ഇൻറ്റു x2 വാല്യൂ ഇവിടെ ഇല്ല, 0 ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്തു. സോ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 10. ഈ 10 തന്നെയല്ലേ നമുക്ക് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ZJ വാല്യൂ 10. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് ഇങ്ങനെയാണോ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട്. സോ നമ്മളിപ്പോൾ ചെയ്തത് മാക്സിമൈസേഷൻ പ്രോബ്ലം ആണ്. സോ മിനിമൈസേഷൻ പ്രോബ്ലത്തിലും സെയിം കണ്ടീഷൻ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഒപ്റ്റിമാലിറ്റി കണ്ടീഷൻ all CJ minus ZJ value should be greater than or equal to 0. CJ minus ZJ value പോസിറ്റീവ് അല്ലെങ്കിൽ 0 വാല്യൂ ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കീ കോളം കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് എടുക്കാനുള്ളത്. കീ റോ സെയിം തന്നെയാണ്, ലീസ്റ്റ് പോസിറ്റീവ് വാല്യൂ തന്നെയാണ്. കീ കോളം കണ്ടുപിടിക്കുമ്പോൾ മോസ്റ്റ് നെഗറ്റീവ് വാല്യൂ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സോ നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തതിൻ്റെ വാല്യൂസ് നമുക്ക് കോസ്റ്റ് കണക്കാക്കാം. ദാറ്റ് ഈസ് 5 ഇൻറ്റു 2 പ്ലസ് 8 ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു 5 പ്ലസ് 4 ഇൻറ്റു 7 പ്ലസ് 14 ഇൻറ്റു 2. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ നമുക്ക് 88 എന്ന് കിട്ടും. സോ റുപ്പീസ് 88 ആണ് ഇവിടുത്തെ കോസ്റ്റ് എന്ന് പറയുന്നത്. സോ നമ്മളിന്ന് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൻ്റെ കുറച്ച് മെത്തേഡ്സ് നോക്കി, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് നോക്കി. സോ ഇത് രണ്ടും ഫസ്റ്റ് 2 മൊഡ്യൂൾസിനുള്ളിൽ നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, അറിഞ്ഞിരിക്കേണ്ട പ്രോബ്ലംസ് ആണ്. എക്സാമിന് നമുക്ക് തിയറി ചോദിക്കാം അല്ലെങ്കിൽ പ്രോബ്ലം ചോദിക്കാം. ഏറ്റവും കൂടുതൽ തിയറി ചോദിക്കാനായിരിക്കാം ചിലപ്പോൾ സാധ്യത, നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ തിയറിക്കും പ്രോബ്ലത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. പ്രോബ്ലത്തിനുള്ളിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഈസി ആയിട്ടുള്ള വീഡിയോ സജസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ മെസ്സേജ് അയയ്ക്കുക. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, കമൻറ്റ് ആൻഡ് ഷെയർ. Also make sure that you are a subscriber of my channel and press the bell icon to get notified. Thank you. So ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ ആദ്യം നമുക്ക് റോ ഡിഫറൻസും അതുപോലെ തന്നെ കോളം ഡിഫറൻസും വേണം. സോ റോ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഈ ഫസ്റ്റ് റോയിലെ ഏറ്റവും ചെറിയ 2 നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ആണ്. അതായത് ഇവിടെ ഏറ്റവും ചെറിയ 2 നമ്പേഴ്സ് 2ഉം 4 ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 4 മൈനസ് 2 2 വരും. ദെൻ ഇവിടെ വന്നിട്ട് ലീസ്റ്റ് നമ്പേഴ്സ് 3ഉം 1ഉം ആണ്. അപ്പോൾ ഡിഫറൻസ് 2. ഇവിടെ 5ഉം 4 ആണ്, ഡിഫറൻസ് 1 വരും. ആൻഡ് ഇവിടെ 1ഉം 2ഉം ഡിഫറൻസ് 1 വരും. കോളത്തിൽ വരുമ്പോൾ 2ഉം 1ഉം ആണ് ലീസ്റ്റ് നമ്പേഴ്സ്, അപ്പോൾ ഡിഫറൻസ് 1. ദാൻ ഹിയർ 4 ആൻഡ് 3, സോ ഡിഫറൻസ് 1. ആൻഡ് ഹിയർ 2 ആൻഡ് 1, ഡിഫറൻസ് 1. ഓക്കെ, ഇനി നമ്മൾ ഈ കിട്ടിയ വാല്യൂസാണ് നമ്മുടെ പെനാൽറ്റീസ് എന്ന് പറയുന്നത്. ഈ പെനാൽറ്റീസിലെ ഏറ്റവും വലിയ നമ്പർ എടുക്കുക. ഇവിടെ 2 ആണ്, 2 ഉണ്ട്, നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതിയോ. ഞാനിപ്പോൾ ഫസ്റ്റ് 1 ആണ് എടുക്കുന്നത്. അപ്പോൾ ഈ വരുന്ന 2ൻ്റെ ഈ കറസ്പോണ്ടിങ് റോ ആണ് നമ്മൾ അസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ റോ കൺസിഡർ ചെയ്യുക. ഈ റോയിലെ ഏറ്റവും ചെറിയ വാല്യൂ ആണ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത്. സോ ഇതിൽ ഏറ്റവും ചെറിയ വാല്യൂ 2 ആണ്. അപ്പോൾ 2നെ നമ്മൾ അസൈൻ ചെയ്യുക. അസൈൻ ചെയ്യേണ്ട നേരത്തെ സെയിം രീതി തന്നെയാണ്. ഡിമാൻഡ് നോക്കുക 5, സപ്ലൈ 7. സോ ഇത് ഡിമാൻഡാണ് ആൻഡ് ദിസ് ഈസ് സപ്ലൈ. ഓക്കെ, സോ ഡിമാൻഡ് 5, സപ്ലൈ 7. അപ്പോൾ ഇത് ലീസ്റ്റ് 5 ആണ്. അപ്പോൾ 5 നമ്മൾ അസൈൻ ചെയ്യുന്നു. ഈ 5 നമ്മൾ രണ്ടിടത്തു നിന്ന് മൈനസ് ചെയ്യുന്നു. സോ ഇവിടെ 0 ആവും, ഇവിടെ 2 ആവും. ഇനി നമ്മൾ ഈ 0 വന്ന ഈ റോ ഫുൾ നമ്മൾ ക്യാൻസൽ ചെയ്യണം.
അപ്പോൾ ഇനി നമ്മൾ ഇത് കൺസിഡർ ചെയ്യേണ്ട, ബാക്കിയുള്ളത് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇനി ബാക്കിയുള്ളതിൻ്റെ റോ ഡിഫറൻസും കോളം ഡിഫറൻസും കണ്ടുപിടിക്കാം. സോ ഫസ്റ്റ് ഇവിടെ നമുക്ക് ക്യാൻസൽ ആയതുകൊണ്ട് ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിവിടെ നിൽ കൊടുക്കുന്നു. ആൻഡ് ഇവിടെ വന്നിട്ട് ഡിഫറൻസ് എന്ന് പറയുമ്പോൾ 3ഉം 1ഉം. സോ ഡിഫറൻസ് വന്നിട്ട് 2 വരും. ആൻഡ് ഇവിടെ വന്നിട്ട് 5ഉം 4ഉം. സോ ഡിഫറൻസ് 1 വരും. ഇവിടെ 1ഉം 2ഉം ഡിഫറൻസ് 1 വരും. ഇനി കോളം നോക്കാം. കോളത്തിൽ 3ഉം 1ഉം ഡിഫറൻസ് 1, 3 and 4 ഡിഫറൻസ് 1 ആൻഡ് 2 and 1 ഡിഫറൻസ് 1. സോ ഇതിനുള്ളിൽ ഏറ്റവും വലിയ നമ്പർ 2 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കോളം കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇതിനുള്ളിൽ നമ്മൾ അസൈൻ ചെയ്യാനുള്ള ലീസ്റ്റ് നമ്പറാണ്. സോ 1ലാണ് നമ്മൾ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഇവിടെ വന്നിട്ട് 8 ഉണ്ട്, 9 ഉണ്ട്. ലീസ്റ്റ് നമ്പർ 8 ആണ്. അപ്പോൾ നമ്മൾ 8 കൊടുക്കുന്നു. സോ 8 നമ്മൾ രണ്ടിടത്തു നിന്ന് ക്യാൻസൽ ചെയ്യണം. അപ്പോൾ ഇവിടെ 0 വരുന്നു, ഇവിടെ 1 വരികയാണ്. ആൻഡ് ഈ 0 വന്ന് ക്യാൻസൽ ചെയ്യുന്നു. ഇനി നമ്മൾ ഇത്ര മാത്രം നോക്കിയാൽ മതിയാവും. സോ ഇതിനുള്ളിൽ വന്നിട്ട് നമുക്ക് റോ ഡിഫറൻസ് എടുക്കാം. 5ഉം 4ഉം 1, ഇത് രണ്ടും നില്ലാണ്. ആൻഡ് ഇവിടെ വന്നിട്ട് 2 and 1 1. ഇവിടെ ഡിഫറൻസ് വരുമ്പോൾ 5 minus 1 4, 6 minus 4 2 and 7 minus 2 5. ഇവിടെ ഏറ്റവും വലിയ വാല്യൂ എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പം നമ്മൾ ഈ ഒരു റോയാണ് കൺസിഡർ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ ഇതിൽ വന്നിട്ട് ലീസ്റ്റ് നമ്പർ എന്ന് പറയുമ്പോൾ 2 ആണ്. അപ്പം നമ്മൾ ഇതിൽ അസൈൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2ൽ 14 ഉണ്ട്, 18 ഉണ്ട്. സോ ലീസ്റ്റ് 14 ആണ്. 14 നമ്മൾ രണ്ടിടത്തു നിന്ന് മൈനസ് ചെയ്യണം. സോ 0 ആൻഡ് ഹിയർ വിൽ ബി 4. സോ 0 വന്ന നമ്മൾ ഈ ഒരു റോ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ഇനി ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു റോ മാത്രമാണ്. സോ ഇതിനുള്ളിൽ ഏറ്റവും ലീസ്റ്റ് 4. അപ്പോൾ 4ൽ നമ്മൾ അസൈൻ ചെയ്യാൻ പോവുകയാണ്. 4 വരുമ്പോൾ ഇവിടെ 7 ഉണ്ട്, 1 ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ 1 കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 0 ആവുന്നു, ഇവിടെ 6 ആവുകയാണ്. അപ്പോൾ 0 ആകുമ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി ഇവിടെ 2 സെല്ലുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ലീസ്റ്റ് എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ 5 ഞാൻ അസൈൻ ചെയ്യാൻ പോവുകയാണ്. 5ൽ വന്നിട്ട് 2 ഉണ്ട്, 6 ഉണ്ട്. അപ്പോൾ ഞാൻ 2 ഇവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 0 ആവും, ഇവിടെ 4 ആവും. അപ്പോൾ 0 വരുമ്പോൾ ഞാനിത് ക്യാൻസൽ ചെയ്യണം. ഇനി ആ കൂടി 7 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 7 നമ്മൾ അസൈൻ ചെയ്യുമ്പോൾ രണ്ടും എന്താണ് ഈക്വൽ ആണ്. ഇവിടെ ഡിമാൻഡ് സപ്ലൈ ഈക്വൽ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് വരുന്ന സെല്ലിൽ രണ്ടും ഈക്വൽ ആയിരിക്കും. സോ 4 ഞാനിവിടെ അസൈൻ ചെയ്യാണ്. ഇനി നമുക്ക് കോസ്റ്റ് എടുക്കാം. നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടെ ഈ കൺസ്ട്രെയിൻസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിംപ്ലക്സ് മെത്തേഡ് അപ്ലൈ ചെയ്തത്. ഇനി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിളിലേക്ക് പോകും. അതാണ് നമ്മളിനി നോക്കാനായിട്ട് പോകുന്നത്. ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഓർ ഈക്വൽ ടു വരുമ്പോൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആർ fictitious variables. They are incorporated only for computational purpose. They have no physical meaning. Artificial variables are introduced when the constraints are of the type greater than or equal to. The problems where artificial variables are introduced can be solved by the method called Big M method. Big M method is a modified simplex method for solving a LPP when a high penalty cost or profit M has been assigned to the artificial variable in the objective function. നമുക്ക് പ്രോബ്ലം നോക്കാം. Minimize z is equal to 5x1 plus 6x2 subject to 2x1 plus 5x2 greater than or equal to 1500, 3x1 plus x2 greater than or equal to 1200, x1 greater than or equal to 0, x2 greater than or equal to 0. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഇതാണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ചെയ്തതിൽ നിന്നും ചെറിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. സിംപ്ലക്സ് മെത്തേഡുമായിട്ട് സെയിം തന്നെയാണ് ബിഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ വരുന്നൊരു വ്യത്യാസം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കൺസ്ട്രെയിൻസിനെ ഇക്വേഷനായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾസ് മൈനസ് ചെയ്യുകയാണ്. അതിനോടൊപ്പം നമ്മൾ ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് ആഡ് ചെയ്യും. സോ സബ്ട്രാക്ട് സ്ലാക്ക് വേരിയബിൾസ് ആൻഡ് ആഡ് ആർട്ടിഫിഷ്യൽ വേരിയബിൾസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. 2x1 plus 5x2 greater than or equal to 1500. 2x1 plus 5x2. അപ്പോൾ നമ്മൾ സ്ലാക്ക് വേരിയബിൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. മൈനസ് s1 പ്ലസ് നമ്മൾ എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യൽ വേരിയബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. പ്ലസ് a1 ഈസ് ഈക്വൽ ടു 1500. അടുത്ത ഇക്വേഷൻ ആകുമ്പോൾ 3x1 plus x2 minus s2 plus a2 is equal to 1200. Here x1, x2, s1, s2, a1, a2 greater than or equal to 0. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിലും കൊടുക്കുക. അപ്പോൾ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ 5x1 plus 6x2 ആയിരുന്നു. 5x1 plus 6x2. സോ ഇവിടെ നമ്മൾ s1ന് 0 ആണ് കൊടുക്കുന്നത്. നേരത്തെ പോലെ തന്നെ 0s1 plus 0s2 plus ആർട്ടിഫിഷ്യൽ വേരിയബിൾസ് നമ്മൾ മാക്സിമം വാല്യൂന് കൊടുക്കുന്നത്. സോ മാക്സിമം വാല്യൂ m a1 പ്ലസ് m a2. ഓക്കെ, സോ നമ്മുടെ ടേബിൾ സെയിം തന്നെയാണ്. ബേസിക് വേരിയബിൾ വരുമ്പോൾ x1, x2, s1, s2, a1ഉം a2ഉം വരും. ആൻഡ് കോയിഫിഷ്യൻറ്റ് 5, 6, 0, 0, m ആണ് ഇവിടെ എടുക്കുന്നത്. 5, 6, 0, 0, m. ബാക്കി എല്ലാം നമ്മൾ സെയിം പ്രൊസീജിയർ തന്നെയാണ്. സിംപ്ലക്സ് മെത്തേഡ് ചെയ്ത സെയിം പ്രൊസീജിയർ തന്നെയാണ് ബാക്കിയെല്ലാം ചെയ്യാനുള്ളത്. ഇവിടെ m വരുമ്പോൾ ആ m വാല്യൂ നമ്മൾ അങ്ങനെ തന്നെ എഴുതുന്നു.
ഇനി ഇവിടെ എം കിടക്കുന്നത് കൊണ്ട് ഇസഡ് ജെ വാല്യൂ കണ്ടുപിടിക്കാൻ കൺഫ്യൂഷൻ ആവും. ജസ്റ്റ് പറഞ്ഞുതരാം. എം ഇൻറ്റു 2 പ്ലസ് എം ഇൻറ്റു 3 ദാറ്റ് ഈസ് 2m പ്ലസ് 3m 5m. എം ഇൻറ്റു 5 പ്ലസ് എം ഇൻറ്റു എം ദാറ്റ് ഈസ് 5m പ്ലസ് എം 6m. എം ഇൻറ്റു -1 പ്ലസ് എം ഇൻറ്റു 0 മൈനസ് എം. എം ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 പ്ലസ് എം ഇൻറ്റു -1 മൈനസ് എം മൈനസ് എം. എം ഇൻറ്റു 1 എം പ്ലസ് എം ഇൻറ്റു 0 0 ദാറ്റ് ഈസ് എം പ്ലസ് 0 എം. എം ഇൻറ്റു 0 0 പ്ലസ് എം ഇൻറ്റു 1 എം ദാറ്റ് ഈസ് 0 പ്ലസ് എം എം. ബാക്കിയെല്ലാം സെയിം ആണ്. സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ നമുക്ക് 5 - 5m വരും, 6 - 6m വരും, പ്ലസ് എം 0 0. സോ ഇതൊരു മിനിമൈസേഷൻ പ്രോബ്ലം ആയതുകൊണ്ട് തന്നെ സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ ഷുഡ് ബി പോസിറ്റീവ് ഓർ 0. അപ്പോൾ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂസ് ഉണ്ട് അല്ലേ. 5 - 5m ഉണ്ട്, 6 - 6m ഉണ്ട്. സി ജെ മൈനസ് ഇസഡ് ജെ വാല്യൂ നമുക്ക് ഒപ്റ്റിമൽ സൊല്യൂഷൻ ആയിട്ടില്ല. നമ്മൾ അടുത്ത ഇറ്ററേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ കീ കോളവും കീ വാല്യൂ കണ്ടുപിടിക്കണം. സോ ഇവിടുത്തെ ലീസ്റ്റ് നെഗറ്റീവ്, ഇവിടെ മിനിമൈസേഷൻ ആയതുകൊണ്ട് ലീസ്റ്റ് നെഗറ്റീവ് ആണ് എടുക്കാനുള്ളത്. ലീസ്റ്റ് നെഗറ്റീവ് 6 - 6m ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ഇതാണ് അതിൻ്റെ കീ കോളം എന്ന് പറയുന്നത്. ആൻഡ് റേഷ്യോ നമ്മളെടുത്തു 1500 ഡിവൈഡഡ് ബൈ 5. കറസ്പോണ്ടിങ് കീ കോളത്തിലെ വാല്യൂ 5. സോ 300. 1200 ഡിവൈഡ് ബൈ കീ കോളത്തിലെ കറസ്പോണ്ടിങ് വാല്യൂ 1 ദാറ്റ് ഈസ് 1200. സോ ഇവിടെ ലീസ്റ്റ് പോസിറ്റീവ് നമ്പർ എടുക്കുക 300. അപ്പോൾ ഇതാണ് കീ കോളം എന്ന് പറയുന്നത്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഈ വാല്യൂ ആണ് കീ വാല്യൂ എന്ന് പറയുന്നത്. സോ ഇനി നമ്മൾ അടുത്ത ഐട്രേഷൻ കണ്ടുപിടിക്കുക. ഐട്രേഷൻ 1 വരുമ്പോൾ സെയിം മെത്തേഡ്. ഇനി അങ്ങോട്ട് വരുന്ന മെത്തേഡെല്ലാം സെയിം ആണ്. ഞാൻ ഫുള്ള് ചെയ്തിട്ടില്ല, നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ നമ്മുടെ എൻട്രിങ് വേരിയബിൾ അതാണ്. കീ കോളം വരുന്നതാണ് എപ്പോഴും എൻട്രിങ് വേരിയബിൾ. അപ്പോൾ ഇവിടുത്തെ എൻട്രിങ് വേരിയബിൾ x2 ആണ്. കീ റോ വരുന്നതാണ് ലിവിങ് വേരിയബിൾ. അപ്പോൾ ഇതാണ് ലിവിങ് വേരിയബിൾ, ഇതാണ് എൻട്രിങ് വേരിയബിൾ. അപ്പോൾ ഈ ലിവിങ് വേരിയബിളിന് പകരം എൻട്രിങ് വേരിയബിൾ വരും. A1 പകരം x2 വരും. സോ A1 പകരം ഇവിടെ x2 വന്നു. ഇനി ലിവിങ് വേരിയബിൾ A1 ആണല്ലേ. അപ്പോൾ ഈ A1 നമ്മുടെ ഈ ഒരു കോളത്തിൽ നിന്നും ഈ ഒരു A1 എലിമിനേറ്റ് ആയിട്ട് പോകും. അപ്പോൾ അടുത്ത ഐട്രേഷൻ വരയ്ക്കുമ്പോൾ A1ൻ്റെ ഈ ഒരു കോളം വേണ്ടി വരത്തില്ല. സോ A1ൻ്റെ കോളം നമ്മളിവിടെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞു. A2 മാത്രമേ ഉള്ളൂ. ഈ ഒരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ബാക്കി സെയിം മെത്തഡാണ്, നമ്മൾ സിംപ്ലക്സിൽ ചെയ്ത സെയിം മെത്തഡാണ്. അപ്പോൾ ബാക്കി ചെയ്ത് നോക്കുക. ഇനി പറയാൻ പോകുന്നത് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആണ്. ദ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലംസ് ആർ പെർട്ടിക്കുലർ ക്ലാസ് ഓഫ് അലോക്കേഷൻ പ്രോബ്ലംസ്. ദ ഒബ്ജക്റ്റീവ് ഇൻ ദീസ് പ്രോബ്ലംസ് ഈസ് ടു ട്രാൻസ്പോർട്ട് വേരിയസ് എമൗണ്ട്സ് ഓഫ് എ സിംഗിൾ ഹോമോജീനിയസ് കമ്മോഡിറ്റി that are stored at several origins to a number of destinations. The transportation is effected in such a way that destinations' demands are satisfied within the capacity of distribution origins and that the total transportation cost is a minimum. Transportation technique can be applied not only to the cost minimization problems but also to time minimization problem, distance minimizing problem, profit maximizing problem, etc. Transportation problemത്തിനുള്ളിൽ രണ്ട് ടൈപ്പാണ് വരുന്നത്. ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷനും അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷനും. ബാലൻസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്ത് സപ്ലൈ ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. അൺബാലൻസിൻ്റെ അകത്തോ സപ്ലൈ ഡിമാൻഡും അൺഈക്വൽ ആയിരിക്കും. ഇനി മെത്തേഡ്സ് 3 മെത്തേഡ്സ് വരുന്നുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ്, വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്. സോ നമ്മൾ ഇന്ന് ഈ 3 മെത്തേഡ്സും കൂടി നോക്കിയിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഫസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്ക് സപ്ലൈ തന്നിട്ടുണ്ട്, ഡിമാൻഡ് തന്നിട്ടുണ്ട്. ഈ ഒരു റോയിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ തന്നിട്ടുണ്ട് 274,331,547,162. സപ്ലൈ എന്ന് പറയുമ്പോൾ 587,14, ഡിമാൻഡ് 79,18. നിങ്ങളിതിൻ്റെ തിയറി പോർഷനും കൂടി നോക്കുക. തിയറി പോർഷനും കൂടി നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ശരി, നമുക്ക് സൊല്യൂഷനിലേക്ക് പോവാം. സോ നോർത്ത് വെസ്റ്റ് കോർണർ മോഡലിനകത്ത് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറാണ് ആദ്യം നമ്മൾ അസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിൻ്റെ അകത്ത് നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഇതാണല്ലേ. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് അസൈൻ ചെയ്യാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് അസൈൻ ചെയ്യാനായിട്ട് നമ്മൾ അതിൻ്റെ സപ്ലൈ ഡിമാൻഡ് നോക്കുക. സപ്ലൈ 5, ഡിമാൻഡ് 7. ഇതിൽ ലീസ്റ്റ് ഏതാണോ അതാണ് നമ്മൾ അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ലീസ്റ്റ് വാല്യൂ 5, നമ്മൾ 5 അസൈൻ ചെയ്തു. 5 അസൈൻ ചെയ്ത ശേഷം നമ്മൾ ഈ 5 എന്ത് ചെയ്യുക, കട്ട് ചെയ്ത് 0 ആക്കുക. പകരം നമ്മൾ ഡിമാൻഡിൻ്റെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 7 നിന്ന് 5 മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും, 2 എന്ന് കിട്ടും. അപ്പോൾ 2 വേണം ഇവിടെ എടുത്ത് എഴുതാൻ. നമ്മൾ അസൈൻ ചെയ്ത വാല്യൂ 2 സ്ഥലത്ത് നിന്ന് നമ്മൾ മൈനസ് ചെയ്യണം. അപ്പോൾ 5 ആണ് അസൈൻ ചെയ്തത്. സോ 5 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 5 - 5 0, 7 നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 7 - 5 2. സോ ഈ 0 വന്നത് ഈ ഒരു റോയിലാണ്. അപ്പോൾ ആ റോയിൽ വരുന്ന എല്ലാ വാല്യൂ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, അതെല്ലാം ക്യാൻസലായി. അപ്പോൾ ഇനി നമ്മൾ ഈ പോർഷൻ നോക്കണ്ട, ഇത്രയും മാത്രം നോക്കിയാൽ മതിയോ. അപ്പോൾ ഈ ഒരു മെട്രിക്സിൽ വന്നിട്ട് നമ്മുടെ നോർത്ത് ഈസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഈ ഒരു സെൽ നമ്മൾ അസൈൻ ചെയ്യുക. സോ ഈ സെൽ അസൈൻ ചെയ്യുമ്പോൾ സപ്ലൈ ഡിമാൻഡ് നോക്കുക 8, 2. അപ്പോൾ ഇവിടുത്തെ ലീസ്റ്റ് നമ്പർ ഏതാണ്, 2 ആണ്. അപ്പോൾ 2 നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കുക. 2 അസൈൻ ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ അസൈൻ ചെയ്ത വാല്യൂ രണ്ടിടത്തു നിന്ന് മൈനസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 2 - 2 ദാറ്റ് ഈസ് 0. ആൻഡ് ഇവിടെ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ 8 - 2 ദാറ്റ് ഈസ് 6.
സോ 0 വന്നത് ഈ ഒരു കോളത്തിലാണ്. അപ്പോൾ ആ കോളത്തിലുള്ള ബാക്കിയെല്ലാ വാല്യൂ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇത്രയും പോർഷൻ മാത്രം നോക്കിയാൽ മതിയാവും. സോ ഇതിനുള്ളിൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് സപ്ലൈയും ഡിമാൻഡും നോക്കുക. സപ്ലൈ വരുമ്പോൾ 6, ഡിമാൻഡ് വരുമ്പോൾ 9. ലീസ്റ്റ് 6 ആണ്. അപ്പോൾ നമ്മൾ 6 അസൈൻ ചെയ്ത് കൊടുത്തു, 6 കട്ട് ചെയ്തു. ദാറ്റ് ഈസ് 6 - 6 = 0 വരും. ഇനി 9 6 കുറയ്ക്കുമ്പോൾ നമുക്ക് 3 വരും. ഇനി 0 എന്നത് ഈ ഒരു കോളത്തിലാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, ക്യാൻസൽ ചെയ്ത് കളയാം. ഇനി വരുന്നത് ഇത് മാത്രം നോക്കിയാൽ മതിയാവും. അപ്പോൾ ഇതിനുള്ളിൽ നോർത്ത് വെസ്റ്റ് കോർണർ എന്ന് പറയുമ്പോൾ ഈ 4ലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സപ്ലൈ ഡിമാൻഡ് നോക്കുക 7, 3. അപ്പോൾ ഇതിൽ ലീസ്റ്റ് 3 ആണ്. അപ്പോൾ 3 നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു. ഈ 3 2 നിന്ന് മൈനസ് ചെയ്യാണ്. 3 - 3 0, 7 - 3 4. 0 എന്നത് ഈ ഒരു കോളത്തിലാണ്. അപ്പോൾ ഇതെല്ലാം എന്ത് ചെയ്യുക, കട്ട് ചെയ്യുക. 6, 4 ഇത് നേരത്തെ നമ്മൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കണ്ട. ഇനി നമുക്ക് 2 വാല്യൂആണ് ഇവിടെ വരുന്നത് അല്ലേ, 7ഉം 2ഉം. അപ്പോൾ ഇതിൽ നോർത്ത് വെസ്റ്റ് കോർണർ 7 ആണ്. അപ്പോൾ 7ൻ്റെ വാല്യൂ 4 and 18. അപ്പോൾ ഇതിൽ ലീസ്റ്റ് വാല്യൂ 4 ആണ്. അപ്പോൾ നമ്മൾ 4 ഇവിടെ അസൈൻ ചെയ്ത് കൊടുത്തു. ഇനി 4 രണ്ടിടത്തു നിന്ന് മൈനസ് ചെയ്യുക. 4 - 4 0, 18 - 4 എന്ന് പറയുമ്പോൾ 14. ഇനി 0 വന്നത് ഈ ഒരു റോയിലാണ്. അപ്പോൾ അത് നമ്മൾ ക്യാൻസൽ ചെയ്യുക. ബാക്കിയെല്ലാം ക്യാൻസൽഡ് ആണ്. ഇനി ആ കൂടി നമുക്ക് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. ഇനി വരുമ്പോൾ 2 സൈഡും ഈക്വൽ ആയിരിക്കണം. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, സപ്ലൈ ഡിമാൻഡ് നമ്മൾ എന്തായിരിക്കണം, ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ ചെയ്തത് ബാലൻസ്ഡ് മെത്തേഡാണ്. ബാലൻസ്ഡ് മെത്തേഡ് ആകുമ്പോൾ സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആയിരിക്കും. നമുക്കിവിടെ ഉണ്ടായിരുന്ന സപ്ലൈ 5, 8, 7, 14 ആയിരുന്നു. ദാറ്റ് ഈസ് 34 ആണ് എൻ്റെ സം വരുന്നത്. ഇവിടെ 7, 9, 18 ആണ്. അതിൻ്റെ സമ്മും 34 ആണ്. സോ സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആയിട്ടുള്ള കേസാണ് ബാലൻസ്ഡ്. അതാണ് നമ്മൾ ചെയ്യുന്നത്. അത് മറന്നു പോകരുത്, ഞാനത് ആദ്യം പറയാൻ വിട്ടുപോയതാണ്. ബാലൻസ്ഡ് കേസിലാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ബാലൻസ് ആകുമ്പോൾ സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആണ്. ഓക്കെ, അപ്പോൾ സപ്ലൈ ഡിമാൻഡ് ഈക്വൽ ആയതുകൊണ്ട് തന്നെ ലാസ്റ്റ് നമുക്ക് എന്തെന്ന് വരും, സപ്ലൈ വാല്യൂ ഡിമാൻഡ് വാല്യൂ ഈക്വൽ ആയിട്ട് വരും. ഇവിടെ 2 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സപ്ലൈയും ഡിമാൻഡ് 14 എന്ന് വന്നു. അപ്പോൾ നമ്മളിവിടെ 14 കൊടുക്കുന്നു. നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ റൂളാണ് ചെയ്തത്. ഇത് ബാലൻസ്ഡ് മെത്തേഡാണ് നമ്മൾ ചെയ്തത്. ബാലൻസ്ഡ് ടൈപ്പ് ആകുമ്പോൾ സപ്ലൈ ഡിമാൻഡും ഈക്വൽ ആയിരിക്കും. ദാറ്റ് ഈസ് 34 ആണ് ഇവിടുത്തെ സപ്ലൈ ഡിമാൻഡിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത്. സോ ലാസ്റ്റ് സെല്ലിൽ 14 കൊടുത്തു. ഇനി നമ്മൾ ഈ അസൈൻ ചെയ്തിരിക്കുന്ന ഓരോന്നിൻ്റെയും കോസ്റ്റ് കണ്ടുപിടിക്കുക. അത് കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 5 × 2 പ്ലസ് രണ്ടാമത് വന്നേക്കുന്ന അസൈൻമെൻറ്റ് കോളം ഇതാണ്. അപ്പോൾ 2 × 3 ദാറ്റ് ഈസ് 2 × 3. ദെൻ നെക്സ്റ്റ് വന്നേക്കുന്ന 6ഉം 3ഉം 6 × 3. അടുത്ത അസൈൻമെൻറ്റ് സെല്ല് ഇതാണ് 3 × 4, ദെൻ 4 × 7, ദെൻ 14 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു ₹102. ഓക്കെ, ഇതാണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂളിൽ നമ്മൾ ചെയ്യുന്നത്. ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ആണെങ്കിൽ സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ അസൈൻ ചെയ്യേണ്ട രീതി വ്യത്യാസം വരും. ഇവിടെ നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണറിലാണ് അസൈൻ ചെയ്തതെങ്കിൽ ലീസ്റ്റ് കോസ്റ്റ് സെല്ലിനുള്ളിൽ ഇത് മൊത്തത്തിൽ നോക്കിയിട്ട് അതിൽ ഏറ്റവും ലീസ്റ്റ് വാല്യൂ ഏതാണോ അതിലാണ് നമ്മൾ ആദ്യം അസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ വരുന്ന ലീസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. 2 1 ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളതിൽ അസൈൻ ചെയ്യാം. അപ്പോൾ ആദ്യം അത് അസൈൻ ചെയ്യുക. അപ്പോൾ അത് അസൈൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ സപ്ലൈ നോക്കുക, ഡിമാൻഡ് നോക്കുക. 8ഉം 18. അപ്പോൾ ഇവിടെ നമ്മൾ 8 അസൈൻ ചെയ്ത് കൊടുക്കുന്നു. 8 നമ്മൾ 2 നിന്ന് മൈനസ് ചെയ്യുന്നു. ഇവിടെ 8 - 8 0 ആവുന്നു. ഇവിടെ 10 ആവുന്നു. എന്നിട്ട് ഈ 0 വരുമ്പോൾ ആ 0 വരുന്ന റോ ഫുൾ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. പിന്നീട് വരുന്ന സെൽസിൽ ഏറ്റവും ലീസ്റ്റ് വീണ്ടും എടുക്കുക. അതും ആ രീതി ചെയ്യാം. ആദ്യത്തെ ലീസ്റ്റ് നമ്മൾ അസൈൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് 0 കിട്ടിയ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള സെൽസിലെ ലീസ്റ്റ് നമ്മൾ നോക്കും. എന്നിട്ട് അതിൽ നമ്മൾ അസൈൻ ചെയ്ത് നോക്കും. എന്നിട്ട് 0 വരുന്ന കട്ട് ചെയ്ത് കളയുന്നു. പിന്നെ വീണ്ടും നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ള സെല്ലിലെ ലീസ്റ്റ് നമ്പർ നോക്കി അസൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ലീസ്റ്റ് കോസ്റ്റ് സെൽ മെത്തേഡ് ചെയ്യുന്നത്. പ്രൊസീജിയർ എല്ലാം സെയിം തന്നെയാണ്. ഇനി നോക്കാൻ പോകുന്നത് വോഗൽ അപ്രോക്സിമേഷൻ മെത്തേഡ്.